ഗുഡ് മോർണിംഗ്. ഡോക്ടേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് കാണുവാനും കേൾക്കുവാനും സംസാരിക്കാനുമുള്ള കഴിവില്ലെങ്കിൽ നമ്മളെന്താകുമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ 3 കഴിവുകളാണ്: കാണുക, കേൾക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ 3 കഴിവുകളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതേസമയം തന്നെ കാണുവാനോ കേൾക്കുവാനോ സംസാരശേഷിയില്ലാത്തവരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. കേൾക്കുവാൻ ശക്തിയില്ലാത്ത, കേൾവിക്കുറവുള്ള അല്ലെങ്കിൽ കേൾവിയില്ലാത്ത 3 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 25,000-ഓളം കുഞ്ഞുങ്ങൾ കേൾവിശക്തിയില്ലാതെ പിറന്നു വീഴുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേൾവിശക്തി കുറവ് എന്തുകൊണ്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ കേൾവിയില്ലായ്മ എന്തുകൊണ്ടുണ്ടാകുന്നു, ബധിരത എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ, അതിന് പരിഹാരങ്ങൾ എന്ത് എന്നൊക്കെ സംസാരിക്കുന്നതിനായിട്ട് എന്നോടൊപ്പമുള്ള ഡോക്ടർ മുഹമ്മദ് നൗഷാദ്. അദ്ദേഹം കൊച്ചിയിലെ ഡോക്ടർ നൗഷാദ് CNT ഹോസ്പിറ്റലിലെ ചീഫ് സർജനാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ നൗഷാദ്. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞ ചില കണക്കുകളൊക്കെ പറഞ്ഞു, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ തിരുത്തുകൾ വരുത്താണെങ്കിൽ ഡോക്ടർക്ക് വരുത്താം. ഒരു വർഷം ഏകദേശം ഇന്ത്യയിലെ കഴിഞ്ഞ സെൻസസ് പ്രകാരം 25,000 കുട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ 2 മുതൽ 3% വരെ നമ്മുടെ ജനസംഖ്യയിൽ ആൾക്കാർക്ക് വിവിധ തരത്തിലുള്ള ബധിരതയുണ്ട്. അത് ഭാഗികമായിട്ടുള്ളതുണ്ട്, പൂർണ്ണ ബധിരതയുള്ളതുണ്ട്. അപ്പോൾ ബധിരതയ്ക്ക് കാരണം പറയുകയാണെങ്കിൽ ചെവിയുടെ 3 ഭാഗങ്ങളാണ്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിലെയും മധ്യകർണത്തിലെയും അസുഖങ്ങളും അതുപോലെ തന്നെ ആന്തരകർണത്തിലെ അസുഖങ്ങളും കേൾവിക്കുറവിന് കാരണമാണ്. ബാഹ്യകർണവും മധ്യകർണവും നമ്മളെ ശബ്ദോർജ്ജത്തെ ക്രോഡീകരിച്ച് അത് ആന്തരകർണത്തിലെ ഞരമ്പുകളിലേക്ക് എത്തിക്കുന്ന ഒരു ധർമ്മമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അതിന് വരുന്ന അസുഖങ്ങൾ, ഉദാഹരണമായിട്ട് ചെവിക്കല്ലിൽ ദ്വാരം വീഴുക, അസ്ഥി ദ്രവിക്കുന്ന അസുഖം ഉണ്ടാകുക, വാക്സ് കയറി അടഞ്ഞിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ബധിരതയെ നമ്മൾ കണ്ടക്റ്റീവ് ഡെഫ്നെസ്, അല്ലെങ്കിൽ ശബ്ദം കടന്ന് ചെല്ലാത്തത് മൂലമുള്ള കേൾവിക്കുറവാണ്. അതേസമയം ആന്തരകർണത്തിലെ അസുഖം മൂലം, ഞരമ്പ് കോശങ്ങൾക്കുണ്ടാകുന്ന അസുഖം മൂലം ഉണ്ടാകുന്ന കേൾവിക്കുറവിന് സെൻസറി ന്യൂറൽ ഡെഫ്നെസ് എന്ന് പറയും. കോക്ലിയ എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന ഞരമ്പ് കോശങ്ങൾക്കുള്ള തകരാറിനാണ് ഇത്തരത്തിലുള്ള കേൾവിക്കുറവുണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിവിധ തരത്തിലുണ്ട്. ഭാഗികമായിട്ടുള്ളത്, പൂർണ്ണമായിട്ടുള്ളതുണ്ട്. ഇതുമൂലം കുട്ടി കേൾക്കാതിരിക്കാനും, കേട്ട് കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് ശബ്ദം എത്തുന്നില്ല, സ്വന്തം ശബ്ദം കേൾക്കുന്നില്ല, കുട്ടിയുടെ ലോകം നിശബ്ദമാണ്. ലോകത്തിലുള്ള ഒന്നും ശബ്ദം കേൾക്കാത്ത കുട്ടി, സ്വന്തം ശബ്ദം കേൾക്കാത്ത കുട്ടി ഒരു ശബ്ദം ഉച്ചരിക്കാനോ വാക്കുകൾ ഉണ്ടാക്കാനോ അക്ഷരങ്ങൾ പറയാനോ വാക്കുകൾ ഉണ്ടാക്കാനോ വാചകങ്ങൾ ഉണ്ടാക്കാനോ കഴിയുന്നില്ല. അതുപോലെ സംസാരം ഇല്ലാതാകും. അങ്ങനെയാണ് കേൾക്കാത്ത കുട്ടി സംസാരിക്കാത്തത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കേൾവിക്കുറവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണെന്ന് തോന്നുന്നു. കേൾവിയില്ലായ്മ മാത്രമല്ല, സംസാരിക്കാനുള്ള കഴിവും അതോടുകൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതെ. ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ സംസാരം 1, 2 വാക്കുകളോ 3 വാക്കുകൾ, അമ്മ അച്ഛനെന്ന് പറയുന്നത് ഏകദേശം 1 വയസ്സോടുകൂടി ഏകദേശം 10 വാക്കുകൾ 15 വാക്കുകൾ പറയണം. 1.5 വയസ്സാകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വാക്കുകൾ ചേർന്നുള്ള സെൻറ്റൻസുകൾ, വാചകങ്ങൾ പറയണം. ഇത് വരാതാകുമ്പോൾ പിന്നെ അത് കൂടാതെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ശബ്ദം കുട്ടി ശ്രദ്ധിക്കാതാവുമ്പോൾ, രക്ഷകർത്താക്കളുടെ വിളി, അമ്മയുടെ വിളി, പുറത്തുനിന്ന് ബസ്സിൻ്റെ ഹോൺ, കാറിൻ്റെ ഹോൺ, ഇത് കേൾക്കാതാകുമ്പോൾ നമ്മൾ കുടുംബത്തിലുള്ളവർ തന്നെ കുട്ടിക്ക് കേൾവിക്കുറവുണ്ട് എന്ന് സംശയിക്കുകയും വിദഗ്ധ പരിശോധന ചെയ്യുകയും വേണം. ഈ കുട്ടികളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ കേൾവിക്കുറവുള്ള കുട്ടികളുടെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതെ. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുകയോ ശ്രദ്ധിച്ചാൽ തന്നെ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കും? എനിക്ക് തോന്നുന്നില്ല ഒരു വയസ്സുള്ള കുട്ടി സംസാരം ശരിയാവുന്നില്ലെന്നോ അല്ലെങ്കിൽ കേൾക്കുന്നില്ലെന്നോ തോന്നിയാൽ ഉടനെ തന്നെ ഒരു ENT സർജനെ ആരും കൊണ്ട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യമായിട്ട് വേണ്ടത് പാരൻ്റൽ സസ്പിഷൻ. രക്ഷകർത്താക്കൾക്ക് സംശയം പറഞ്ഞു, എൻ്റെ കുട്ടി ജനിച്ചു വീണാൽ ഞെട്ടുക, വലിയ ശബ്ദം കേട്ടവനെ ഒരു ഞെട്ടുക. അത് കഴിഞ്ഞാൽ വീട്ടിലെ പ്രഷർ കുക്കറിൻ്റെ ശബ്ദം, പാത്രം നിലത്ത് വീഴുമ്പോൾ കുട്ടി ശ്രദ്ധിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെന്ന് സംശയിക്കണം. 1 വയസ്സായിട്ടും കുട്ടി സാധാരണ ബാക്കി പിടിച്ച് നടക്കുന്നു, പിടിച്ച് എഴുന്നേൽക്കുന്നു, നടക്കാൻ തുടങ്ങുന്നു, ചിരിക്കുന്നുണ്ട്, കുട്ടി വിളിച്ചാൽ നോക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സംശയിക്കണം. ഈ കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ സാധാരണ പറയുന്നതാണ്, അതിൻ്റെ അച്ഛനും വളരെ പതുക്കെയാണ് സംസാരിച്ചത്, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ അതുമൂലം നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. കാരണം ബധിരത ജന്മന ഉള്ളത് നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ റീഹാബിലിറ്റേഷൻ ചികിത്സ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി സംസാരം കിട്ടാനും ആശയവിനിമയം നടത്താനും ഒരു സാധാരണ ആൾക്കാർ കൂട്ട് സംസാരിക്കാനുള്ള സാധ്യത വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ നല്ലവണ്ണം അതുണ്ട്. അതില്ലെങ്കിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചാരണ ശുദ്ധിയുള്ള സംസാരം കിട്ടാനും കേൾവി കിട്ടാനുമുള്ള സാധ്യത വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ്. നമ്മുടെ തലച്ചോറിനകത്ത് ഞരമ്പ് കോശങ്ങൾ 3 വയസ്സുവരെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
അപ്പോൾ ഈ ശബ്ദം കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ഞരമ്പ് കോശങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടും. പിന്നെ അത് കഴിഞ്ഞ് കേട്ടതുകൊണ്ട് ഈ ഞരമ്പ് കോശങ്ങളെ നമ്മൾ സംസാരം കിട്ടാൻ സാധ്യത കുറവാണ്. ഉദാഹരണമായി പറയുകയാണെന്നെങ്കിൽ ഒരു മലയാളി കുട്ടിക്ക് ജനിച്ച ഒരു കുട്ടി അറബിയാണ് വളർത്തുന്നതെങ്കിൽ ചെറുപ്പത്തിലെ അറബി വീട്ടിലാണെങ്കിൽ അറബി ആദ്യം സംസാരിച്ചു തുടങ്ങും. പക്ഷേ പ്രായപൂർത്തിയായ ഒരാൾ ഒരു മലയാളിയെ കൊണ്ടുവന്ന് അറബി വീട്ടിൽ 1, 2, 3 വർഷം എടുത്താലും ആ ഭാഷ പഠിക്കാൻ പ്രയാസമായിരിക്കും. ഇതാണ് ഭാഷ പഠിക്കാനുള്ള പ്രാവീണ്യം എപ്പോഴും കുട്ടികളിലായിരിക്കും വളരെ നല്ലത്. ഓക്കെ. ഇപ്പോൾ ഈ ഇങ്ങനൊരു കുട്ടിയെ ഇപ്പം നമുക്ക് ആ കുട്ടിയെ അതൊരു ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് തന്നെ വെക്കാം. അതെ. അപ്പോൾ ഒരു കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഡോക്ടർ മറുപടി പറഞ്ഞില്ല. അതായത് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കുട്ടിയെ ഒരു ENT സർജൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന പ്രാക്ടീസ് നമ്മുടെ നാട്ടിലുണ്ടോ? വളരെ കുറവാണ്. സാധാരണ കുട്ടികൾ ഡോക്ടറെ കാണിക്കുക, അതിനുശേഷമുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഗവേഷണങ്ങൾ ചെയ്യേണ്ടി. ഉദാഹരണമായിട്ട് ഒരു ENT സർജനെ കാണിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഏത് തരമുള്ള ബധിരതയാണ്, കണ്ടക്റ്റീവ് ഡെഫ്നെസ് ആണോ, ഭാഗികമാണോ, പൂർണ്ണമാണോ? അത് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ എല്ലാ ആശുപത്രികളും ജനിച്ച് വീണാൽ തന്നെ കുട്ടികൾ പല ടെസ്റ്റുകൾ ചെയ്യുന്നു. OAE എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, കഴിവുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നുള്ള ടെസ്റ്റ്. അതുകൂടാതെ ബേറ, ASSR മുതലായ എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം ബധിരത ഏത് ടൈപ്പാണെന്നറിയാം, അതിനെ ക്വാണ്ടിഫൈ ചെയ്യുക, എത്രത്തോളം ഉണ്ടെന്നറിയാം. അതിനുശേഷം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചികിത്സ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും ഇപ്പോൾ അങ്ങനെ ഒരു ബധിരത ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ, അതിൻ്റെ ശതമാനക്കണക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്തതായിട്ട് ആദ്യം പൂർണ്ണ ബധിരതയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ആന്തരകരണത്തിലെ ബധിരതയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ശ്രവണ സഹായം, ഇയർഫോൺ വെച്ചുകൊണ്ടുള്ള സംസാര പരിശീലനം തുടങ്ങുക എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ചോദിക്കാം, ഒരു സെക്കൻഡ്, അതാണ് ഞാൻ ചോദിച്ചോട്ടെ. ഈ ഡോക്ടർ പറഞ്ഞത് പൂർണ്ണ ബധിരത എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ഈ ശ്രവണ സഹായി എന്ന് പറഞ്ഞ ഒരു ആംപ്ലിഫയർ ആണ്. അതെ, അത് ചെവി വെക്കുന്നുണ്ട്, എന്താ കാര്യമുള്ളത്? സംസാരത്തിന് വേണ്ടി അല്ല പൂർണ്ണ ബധിരത ഉണ്ടെങ്കിൽ നമ്മൾ ഇയർഫോൺ വെക്കുന്നത്. ഏതെങ്കിലും ശബ്ദങ്ങൾ, ഉദാഹരണമായിട്ട് ബസ് ഹോൺ അടിക്കുന്ന ശബ്ദം 90-100 ഡെസിബലുള്ള ശബ്ദമാണ്. അമിട്ട് പൊട്ടുന്ന ശബ്ദം, പാത്രം വീഴുന്ന ശബ്ദം 80 ഡെസിബലുള്ള ശബ്ദമാണ്. ഈ ശബ്ദം തലച്ചോറിലേക്ക് ചെല്ലുമ്പോൾ ആന്തരകരണവും തലച്ചോറുമായിട്ടുള്ള വഴി തുറന്നു കിടക്കാനും അതുവഴി ഭാവിയിൽ ശബ്ദം ചെല്ലാനും ഈ തലച്ചോറിൽ നമ്മളെ ഓഡിറ്ററി കോട്ടക്സ് എന്ന് പറഞ്ഞ തലച്ചോറിലെ ഭാഗം ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. എന്തെങ്കിലും ശബ്ദം വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റോ അതുപോലെ ശസ്ത്രക്രിയ ചെയ്ത് ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടി ഭാഷ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ചാനൽ ഓപ്പൺ ചെയ്ത് അതിനു വേണ്ടിയാണ് ഇയർഫോൺ വെക്കുകയും ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നതിന് പ്രധാന കാരണം അത് തന്നെയാണ്. ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അടുത്ത പരിപാടി? 3-4 മാസം ഏറ്റവും പെട്ടെന്ന് തന്നെ കുട്ടി ബധിരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക് ഇയർഫോൺ വെക്കുക, സംസാര പരിശീലനം 3 മാസത്തോട്ട് കൊടുക്കുക. അതിനുശേഷം ഡോക്ടർ നിർദ്ദേശപ്രകാരം MRI സ്കാനോ അങ്ങനെയുള്ള ചെയ്തതിന് ശേഷം കോക്ലിയ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ജന്മന ഉള്ള ബധിരതയ്ക്ക് കോക്ലിയ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രതിവിധി കോക്ലിയർ ഇംപ്ലാന്റ് എന്നുള്ള ശസ്ത്രക്രിയയാണ്. ഈ കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് എന്ന് ഞാൻ പറയില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് സർജറിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയത്, ഈ ബധിരത ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ് കുട്ടികളിൽ? ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് സാധാരണ ബധിരതയ്ക്ക് പ്രധാന കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന വൈറസ് ഇൻഫെക്ഷൻസ്. അത് പ്രധാന കാരണം റുബല്ല 5-ാം പനിയാണ് പ്രധാന കാരണം. അങ്ങനെ വന്ന കുട്ടികളിൽ ബധിരത, അതുപോലെ തന്നെ വേറെ ചില പ്രശ്നങ്ങൾ, ഉദാഹരണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിന് പ്രശ്നങ്ങൾ, കാഴ്ചക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ചിക്കൻ പോക്സ്. ജനിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ജനന സമയത്ത് കുട്ടിക്കിടുന്ന ഹൈപ്പോക്സിയ, അതായത് ശ്വാസം മുട്ട്, കുട്ടിക്ക് ഓക്സിജൻ വലിക്കാതിരിക്കുക, നേരത്തെ പ്രിമച്ചുവറായിട്ട് ജനിക്കുക, ഇൻക്യുബേറ്റർ വെക്കേണ്ടി വരിക, പ്രസവിച്ചതിന് ശേഷം കുട്ടിക്കുണ്ടാകുന്ന മഞ്ഞപ്പിത്തം, ഇതെല്ലാം തന്നെ ബധിരതയ്ക്ക് കാരണമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജന്മന ഉള്ള ബധിരതയ്ക്ക് പ്രധാന കാരണം 5-ാം പനിയാണ്. ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് പോലെയുള്ള ബാക്ടീരിയ മൂലം ഇൻഫെക്ഷൻസും അണുബാധയും ഈ കേൾവിക്കുറവിന് കാരണമാണ്. അപ്പോൾ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാരണത്തിലേക്ക് വന്നത്. ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന സർജറി അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം സിമ്പിളായിട്ട്? കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇയർഫോൺ അല്ല, ആദ്യം അത് മനസ്സിലാക്കുക. ഇയർഫോൺ എന്ന് പറഞ്ഞാൽ ശബ്ദോർജ്ജത്തെ അത് വലുതാക്കി ആംപ്ലിഫൈ ചെയ്ത് നോർമൽ ചെവിക്കുള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ ഉപകരണം ഒരു സ്പീക്കർ ശബ്ദം സ്വീകരിക്കുന്നു, ആ ശബ്ദത്തെ അത് ഡിജിറ്റലൈസ് ചെയ്ത് ആ ഡിജിറ്റൽ FM സിഗ്നൽസ് ആക്കി, ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽസ് ആക്കി അത് തലച്ചോറിലേക്ക് കടത്തിവിടുന്നു. അത് തലച്ചോറിൽ റിസീവർ കോയിൽ അത് സിഗ്നൽസ് ഡീകോഡ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി കോക്ലിയ ആന്തരകരണത്തിലേക്ക് ഡയറക്റ്റ്, അവിടെ ബാഹ്യകരണവും മധ്യകരണവും ബൈപ്പാസ് ചെയ്തിട്ട് ആന്തരകരണത്തിലെ കോക്ലിയയുടെ ഞരമ്പുകളെ ഡയറക്റ്റ് ഉദ്ദീപിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. ഏകദേശം
ഫിസിയോളജിക്കൽ നമ്മളെ ശരീരത്തിൽ കേൾക്കുന്ന 3 ഘട്ടമാണത്. 3 ഘട്ടമാണ്. അപ്പോൾ ആദ്യം ശബ്ദം സ്വീകരിക്കുന്നു, അത് ഡിജിറ്റലൈസ് ചെയ്യുന്നു, അത് ഡീകോഡ് ചെയ്യുന്നു, വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നു, അത് കോക്ലിയയിലേക്ക്. കോക്ലിയയിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസാണ് നമ്മളെ തലച്ചോറിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു നോർമൽ സംശയം, ഒരു ആർക്കും തോന്നാവുന്നൊരു സംശയം, കാരണം നോർമൽ ഇയറിൽ കേൾക്കുന്ന ശബ്ദം തന്നെ ആയിരിക്കുമോ ഈ ഇംപ്ലാന്റ് വഴിയും കേൾക്കുന്നത്? ഏകദേശം ഉദാഹരണമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് കേൾവി നഷ്ടപ്പെട്ടിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത ആൾക്കാരുടെ ഞാൻ ചോദിച്ചു, അവർ പറയും ഏകദേശം നോർമൽ ഹിയറിംഗ് ആണ്. പക്ഷേ കുറച്ച് ദിവസം കൂടി അഡാപ്റ്റേഷൻ എന്ന് പറയും, തലച്ചോറ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നോർമൽ ഹിയറിംഗ് തന്നെയാണ്. ഏകദേശം കേട്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് സർജറി ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് പ്രായമായ ഒരാൾക്ക് ചെയ്തു എന്നാണ്? അതല്ല, കേട്ടുകൊണ്ടിരുന്ന ആൾക്ക് മെനിഞ്ചൈറ്റിസ് മൂലം കേൾവി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവർക്ക് ഇംപ്ലാന്റ് ചെയ്തവർ പറഞ്ഞ സാക്ഷ്യമാണ് പറയുന്നത് ഏകദേശം നോർമൽ കേൾവിയാണ്. അവർക്ക് ഫോണിൽ സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നത് കൂടുതലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ചെയ്യേണ്ട ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജനിച്ച് വീഴുമ്പോഴേ ഡെഫിനായിട്ട് ജനിക്കുന്ന കുട്ടികളിലാണെന്ന് തോന്നുന്നു. കാരണം അവർക്കാണ് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതെ, ബധിരത പൂർണ്ണമായും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ കണ്ടുപിടിച്ച് കുട്ടികളിലാണ്. കുട്ടികൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു ബധിരനായ ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ എത്രത്തോളം സമൂഹത്തിനത് പ്രൊഡക്റ്റീവ് ആകും എന്നുള്ളതാണ്. ഈ ബധിരത ഇല്ലാതെ നമ്മുടെ മെയിൻ സ്ട്രീം മുഖ്യധാരാ സൊസൈറ്റി സമൂഹത്തിലെ വിദ്യാഭ്യാസ സ്കൂളുകൾക്ക് അവർക്ക് തുറന്നു കൊടുക്കാം. അവർക്ക് വേണ്ടി കോടികളും ലക്ഷങ്ങളും ചിലവാക്കി ആൾട്ടർനേറ്റീവ് സൈനിങ് സ്കൂൾസും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സാധാരണ എല്ലാം പറയുന്നത് കേൾക്കാം, സാധാരണ സംഗീതം ആസ്വദിക്കാം, സാധാരണ സിനിമ കാണാം. അപ്പം ഇതൊരു പൊട്ടൻഷ്യൽ ടാക്സ് പെയർ ആയിട്ട് നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനായിട്ട് ഒരു ടാക്സ് പെയർ ആയിട്ട് വരികയാണ്. അതാണ് ഏറ്റവും പ്രധാനമായി സാമൂഹികമായിട്ട് പറയാനുള്ളത്. ബധിരത കേൾവിയില്ലാത്തവർ, ബധിരന്മാരില്ലാത്ത ഒരു സമൂഹം, അതാണ് ഏറ്റവും നല്ലത്. ഇത് കുട്ടികളുടെ കാര്യം. ഒരു 20 വയസ്സ് 25 വയസ്സ് വരെ ബധിരനായിട്ട് ജീവിച്ച ഒരാൾക്ക് ഈ സർജറി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അദ്ദേഹം ശ്രവണസഹായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഉപയോഗത്തോടെ കേട്ടുകൊണ്ടിരുന്നതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ഒരു പരിധിവരെ കേൾക്കാൻ സഹായിച്ചേക്കാം. പക്ഷേ സംസാരം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സിന് മുമ്പ് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസാരത്തിനുള്ള കഴിവ് കിട്ടുകയുള്ളൂ. കാരണം സംസാരിക്കാനുള്ള കഴിവ് 10 വയസ്സ് കഴിഞ്ഞാൽ ഭാഷ പഠിക്കാനുള്ള പ്രാവീണ്യം തലച്ചോറിൽ നഷ്ടപ്പെടും. എത്ര വയസ്സ് മുതലുള്ള കുട്ടികളിൽ ഇത് ചെയ്യാൻ പറ്റും? ഒരു വയസ്സുള്ള കുട്ടികളിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാം. ഇതിന് ഈ 3 ഘട്ടമായിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇതൊരു മെക്കാനിക്കൽ ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം സർക്കാർ സഹായത്തോടു കൂടി ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ കാര്യകാരണങ്ങളൊന്ന് പറയാമോ? ഇപ്പം ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ബധിരരായ കുട്ടികളെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടെ കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സുരക്ഷാ വകുപ്പാണ് ഈ ശ്രുതിതരംഗം എന്നുള്ള കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം നടത്തുന്നത്. അതിപ്പോൾ കേരളത്തിലെ 2 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുട്ടികളുടെ രക്ഷാകർത്താക്കളാണ് അപേക്ഷിക്കേണ്ടത്. ആ കുട്ടി 3 വയസ്സിൽ താഴെയുള്ളതായിരിക്കണം. പൂർണ്ണ ബധിരതയുള്ളവരും ഈ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ENT സർജൻ, കോക്ലിയർ ഇംപ്ലാന്റ് സർജന്മാർ കണ്ട് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ഗവൺമെൻറ് ഫണ്ട് ചെയ്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും പൂർണ്ണമായും ഫണ്ട് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും 200-ലധികം രോഗികൾക്ക് ചെയ്തു കഴിഞ്ഞു. ഈ വർഷവും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഗതി പ്രയോജനപ്പെടുത്തി ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ ഏകദേശം 200 മുതൽ 300, 400-ൽ താഴെ കുട്ടികൾ പൂർണ്ണ ബധിരരായി കേരളത്തിൽ തന്നെ ജനിക്കുന്നുണ്ട്. ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അവരെല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇതിൽ മേൽത്തട്ട് വരുമാനക്കാരാണെന്നുള്ള അവർക്ക് സ്വകാര്യമായിട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതൊരു സർജറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതി അല്ലെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും. എന്താണ് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ? എന്താണ്? ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ കുട്ടി കേൾക്കുമോ എന്നൊരു ചോദ്യം സാധാരണ രക്ഷകർത്താക്കൾക്ക് ചോദിക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളൊരു ഇതോടുകൂടി ഇംപ്ലാന്റ് ചെയ്യരുത്. കാരണം ഓപ്പറേഷൻ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് രക്ഷകർത്താക്കളുടെ പ്രാതിനിധ്യം. കുട്ടിയെ 6 മാസം മുതൽ 2 വർഷം വരെ സ്ഥിരമായി ഓഡിറ്ററി വെർബൽ തെറാപ്പി, അതായത് സംസാര പരിശീലനം ചെയ്യാൻ കുട്ടിയെ കൊണ്ടുപോകണം. ആഴ്ചയിൽ 2-3 ദിവസം വെച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി സംസാരം കിട്ടാൻ സാധ്യതയുള്ളൂ, ആശയവിനിമയം നടത്താൻ സാധ്യതയുള്ളൂ. അല്ല വെറുതെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് ഓപ്പറേഷൻ പിടിപ്പിച്ചതുകൊണ്ട് മാത്രം കുട്ടി സംസാരിക്കണമെന്നില്ല. അതാണ് എൻ്റെ വേറൊരു വശം. അതെ, നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ കൊടുത്താൽ മാത്രമേ അത്. അതെ, ഇത് 3 ഭാഗങ്ങളാണ്. രക്ഷകർത്താക്കളുടെ മോട്ടിവേഷൻ, എല്ലാം ഇതിനെപ്പറ്റി അറിയാവുന്ന രക്ഷകർത്താക്കൾ 1, സർജറി 2ാം ഭാഗം, 3 അവരുടെ പ്രാതിനിധ്യത്തോടുകൂടി ഉള്ള ഈ ഓഡിറ്ററി വെർബൽ സംസാര പരിശീലനം, തുടർച്ചയായുള്ള പരിശീലനം. ഈ ഡിവൈസിൻ്റെ 1-2 പീസുകളുണ്ടല്ലോ ഇതിന്. അതെങ്ങനെയാണത് നിങ്ങൾ പിടിപ്പിക്കുന്നത്? എവിടെയാണ് അത്? പുറമേയുള്ള ഭാഗത്ത് നമ്മൾ സ്പീച്ച് പ്രോസസ്സർ എന്നാണ് പറയണത്. അകത്തുള്ള പാട്ട് കോക്ലിയർ ഇംപ്ലാന്റ് തലയോട്ടി തുറന്നിട്ട് അതിൻ്റെ ദ്വാരകത്തിലേക്ക് വെച്ച ശേഷം ആന്തരകർണത്തിലെ കോക്ലിയക്കകത്തേക്ക് അതിന് ഇലക്ട്രോഡുകൾ കടത്തിവിടുകയാണ്.
ഈ ഇലക്ട്രോഡുകളിലൂടെയാണ് കറണ്ട് ചെല്ലുന്നത്. പ്രോസസ്സർ എടുത്ത് മാറ്റാവുന്നതാണ്, ചെവിയുടെ പുറകിൽ വെക്കുന്നതാണ്. അത് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുക. മറ്റേന്ന് ചാർജ് ഒന്നും വേണ്ട. അത് വേണ്ട, അത് ചാർജ് വേണ്ട. അപ്പോൾ ഈ പ്രോസസ്സർ നമുക്ക് എടുക്കാം, ബാറ്ററി ചാർജ് ചെയ്യാം, വീണ്ടും ഫിറ്റ് ചെയ്യാം. അപ്പോൾ രാത്രി നമുക്ക് മാറ്റിയിട്ട് കിടന്നുറങ്ങി രാവിലെ എടുത്ത് ഫിറ്റ് ചെയ്യാം. ഓക്കെ. ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്ന സാധനം ഇത് കഴിഞ്ഞാൽ ചെയ്യണമെന്നുള്ളൊരു ഓഡിറ്ററി വെർബൽ തെറാപ്പി ഉണ്ടല്ലോ, എത്ര കാലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണത്? 6 മാസം മുതൽ 2 വർഷം വരെ തുടരുക. ഏറ്റവും നേരത്തെ ചെയ്യുന്ന കുട്ടിയാണെന്നാണ്. ഉദാഹരണമായിട്ട് ശ്രദ്ധിക്കുക, ജനിച്ചു വീണ കുട്ടി, പൂർണ്ണ കേൾവിയുള്ള ഒരു കുട്ടി സംസാരിക്കാൻ 1.5 വയസ്സ്, 5 വയസ്സാകുമ്പോൾ നമുക്ക് നോർമൽ സ്കൂളിൽ ചേർക്കാം. ഈ 1 വയസ്സിൽ തന്നെ ഇംപ്ലാന്റ് ചെയ്യുന്ന കുട്ടിയെ എൻ്റെ ഉദ്ദേശത്തിൽ സാധാരണ സ്കൂളിൽ 5-ാം വയസ്സിൽ തന്നെ ചേർക്കാൻ പറ്റും. സാധാരണ സ്കൂളിൽ തന്നെ ചേർക്കണം. സാധാരണ തുണിച്ച് തന്നെ ചേർക്കണം. സാധാരണ കുട്ടി, ഞാൻ എപ്പോഴും കോക്ലിയർ ഇംപ്ലാന്റ് സാധാരണ കുട്ടികൾ സ്കൂളിൽ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഡോക്ടർ, ഈ ഇംപ്ലാന്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇംപ്ലാന്റിൻ്റെ 2 പീസ്, ഒരു പീസ് പുറത്ത് പ്രോസസ്സറും ഉള്ളിൽ വെക്കുന്ന പീസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് പുറത്ത് വയ്ക്കുന്ന സാധനം ഇടയ്ക്കെടുത്ത് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം ഇതൊരു, എനിക്ക് തോന്നുന്നു ഒരു മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജി പോലത്തെ സംഭവമാണെന്ന് എനിക്ക് തോന്നി. അത് മാത്രമല്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അടുത്ത കാലത്തായിട്ട് ഇതിന് റേഡിയേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു സൈഡ് എഫക്റ്റ് ഇതിനുണ്ട് എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ഡോക്ടറും കണ്ടിട്ടുണ്ടോ? അങ്ങനെ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ? ഇല്ല, തീർച്ചയായിട്ടും. കാരണം റേഡിയോ മാഗ്നറ്റിക് സിഗ്നൽസ് ഒന്നും തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ഇത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് FM വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മളെ സാധാരണ FM റേഡിയോയ്ക്കുള്ളത്. അപ്പോൾ ഇതിനൊന്നും റേഡിയേഷൻ ഒട്ടും തന്നെ ഇല്ല. അതൊരു അബദ്ധ ധാരണയാണ്. വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഈ ഇംപ്ലാന്റ് സർജറി, ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇതിനെന്തെങ്കിലും ഇതെടുത്ത് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം, ഇത് വീണ്ടും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണഗതി തരുന്ന ഇംപ്ലാന്റുകളെല്ലാം തന്നെ 10 വർഷം റീപ്ലേസബിൾ വാറണ്ടി ആയിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 100 വർഷം വരെയാണ് ഇതിൻ്റെ ലൈഫ്. 100 വർഷം വരെയാണ് ലൈഫ്. ഇതിനിടയ്ക്ക് 10 വർഷം കേടാകുകയാണെങ്കിൽ രണ്ടാമത് ഇംപ്ലാന്റ് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ ഇംപ്ലാന്റ് റേറ്റ് 1%, 100-ൽ ഒരാൾക്ക് മാത്രം വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. സാധാരണ എന്തെങ്കിലും കാരണവശാൽ ഡിവൈസ് ഫെയിലർ ആവുക, അതിനകത്ത് സർക്യൂട്ട് ബ്രേക്ക് ആവുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതും ലെസ് ദാൻ 1%, 1% താഴെ 0.2 to 1% ആണ് അതിൻ്റെ രണ്ടാം ഫെയിലൂർ റേറ്റ്. വളരെ കുറവാണത്. 100-ൽ ഒരാൾക്ക് ചിലപ്പം ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, യാതൊരു തെറ്റുമില്ല. ഇത് രണ്ടാമതൊരു സർജറി ചെയ്യുന്നതിൽ ആദ്യത്തെ തന്നെ എഫക്റ്റ് കിട്ടുമെന്നാണ്? തീർച്ചയായിട്ടും കിട്ടും. കോക്ലിയക്കകത്തൊന്നും ചെയ്യുന്നില്ല, എക്സ്പ്ലാന്റ് ചെയ്ത പാർട്ട് മാത്രം മാറ്റുന്നു. ഈ ഇംപ്ലാന്റ് സർജറി, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യുന്ന കുട്ടികൾ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ 200, കേരളത്തിൽ തന്നെ 400 കുട്ടികളോളം ഒരു വർഷം ബധിരരായിട്ട് ജനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഇപ്പോൾ സർക്കാർ പോലും ഒരു ഫ്രീ ആയിട്ട് ഇത്രയും 100% ഫണ്ടിങ്ങോടുകൂടി ഇങ്ങനൊരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്ത സാഹചര്യത്തിലും ഇത് 100% ഈ ബധിരത കണ്ടുപിടിക്കുകയും അത് ട്രീറ്റ്മെൻറ്റിലേക്ക് ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ആയി വരുന്നതേ ഉള്ളൂ. സാധാരണ നമ്മളെ ഗവൺമെൻറ് ആശുപത്രി, ചില സ്വകാര്യ ആശുപത്രി മാത്രമേ നിയോനാറ്റൽ സ്ക്രീനിങ് പ്രോഗ്രാം, കേൾവി പരിശോധന നടക്കുന്നുള്ളൂ. അത് നമ്മൾ പൊതു ആരോഗ്യ വകുപ്പിൽ നടക്കുന്നില്ല. ഇപ്പം ജില്ലാ ആശുപത്രികളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജനിച്ചാലുടനെ കേൾവി പരിശോധിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങളിലേക്ക് വളരെ വേഗം എത്തുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ബധിരത ഇന്ത്യയിൽ ആദ്യം ബധിരത വിമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറും. പക്ഷേ കമ്പാരിറ്റീവ്ലി കേരളത്തിൽ കുറവാണോ? കേരളത്തിൽ വളരെ കുറവാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. കേരളത്തിൽ ബധിരയുടെ നിരക്ക് കുറവാണ്. അവയർനെസ്സും ജനങ്ങൾക്കുള്ള അറിവും വളരെ കൂടുതലാണ് ഇതിനെപ്പറ്റി. ഈ ഇംപ്ലാന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ വാറണ്ടിയും അതിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 10 വർഷം വാറണ്ടിയുള്ള സാധനമാണെന്ന് പറഞ്ഞു. ഈ ഇംപ്ലാന്റ് ചെയ്യുന്ന സർജറി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ? എവറി സർജറി, എല്ലാ ശസ്ത്രക്രിയയ്ക്കുമുള്ള കോംപ്ലിക്കേഷൻസ്, ഞങ്ങൾ സാധാരണ ചെയ്യുന്ന സൂക്ഷ്മദർശനിൽ കൂടി ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം വരാം. സാധാരണഗതി മെനിഞ്ചൈറ്റിസ് വളരെ തുലവും കുറവാണ്. മെനിഞ്ചൈറ്റിസ് വരാം. പിന്നെ ഇത് ഒരു സങ്കീർണമായ ശസ്ത്രക്രിയയാണ്. മധ്യകർണത്തിലേക്ക് ചെന്ന് നമ്മൾ കോക്കിലേക്കുള്ളിലേക്ക് ഒരു ദ്വാരമുണ്ടാക്കി കോക്ലിയർ വെസ്റ്റ് അതിനകത്തൂടെ ഇംപ്ലാന്റ് ചെയ്യുന്ന, അപ്പോൾ അതിനോട് ചേർന്നുള്ള ചില നെർവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പം കോംപ്ലിക്കേഷൻ വരാം എന്നേ ഉള്ളൂ. സാധാരണഗതി ഉണ്ടാകാറില്ല ഒന്നും. യൂഷ്വലി കോംപ്ലിക്കേഷൻ ഫ്രീ അല്ല, കോംപ്ലിക്കേഷൻ ഫ്രീ സർജറിയാണ്. ഈ ഇംപ്ലാന്റ്, കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഈ സാധനം, ഇത് 10 വർഷം കഴിഞ്ഞ് വാറണ്ടിയുള്ള സാധനം, ഇതൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്നത്, ഇപ്പം ഇന്ന് ഉള്ള കമ്പനി ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് കാണണമെന്നില്ല, അങ്ങനെയൊക്കെ ചില ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം അങ്ങ് പറയാം, 3 തരം ഇംപ്ലാന്റുകളാണ് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 2 തരം ഇംപ്ലാന്റുകളാണ്. അഡ്വാൻസ് ബയോണിക്സ് അമേരിക്കൻ ആൻഡ് കോക്ലിയർ കോർപ്പറേഷൻ ഓസ്ട്രേലിയൻ. ഇംപ്ലാന്റുകളെല്ലാം ബഹുരാഷ്ട്ര കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ 3 കമ്പനികളാണ് US FDA അപ്രൂവൽ ഉള്ളത്. 1 കോക്ലിയർ, 2 അഡ്വാൻസ് ബയോണിക്സ്, 3 മെഡൽ കോർപ്പറേഷൻ. ഈ 2 US FDA അപ്രൂവൽ ഉള്ളതും ഇന്ത്യയിൽ എല്ലാ അപ്രൂവ്ഡ് സെൻറ്റേഴ്സ്, നമ്മൾ CGHS, സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സർവീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇംപ്ലാന്റുകളാണ് ഇത് 3. ബാക്കിയുള്ള ഇംപ്ലാന്റുകളൊന്നും തന്നെ അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അപ്രൂവ് ചെയ്ത ഇംപ്ലാന്റുകൾ പല രാജ്യങ്ങളിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പം
അതിൻ്റെ സർവീസും ഒക്കെ വളരെ അനുബന്ധ സർവീസുകളൊക്കെ വളരെ കാര്യമായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട അതൊന്നും ആവശ്യം, പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്തായാലും ഈ ഇംപ്ലാന്റ് വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ലൈഫ് ലോങ് ആണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇംപ്ലാന്റ് ചെയ്യേണ്ട ഒരു രക്ഷകർത്താവ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഒന്ന്, ഈ ഇംപ്ലാന്റിൻ്റെ സർവീസ് സപ്പോർട്ട് കിട്ടുമോ? അതാണ്. സർവീസ് സപ്പോർട്ട് കിട്ടുമോ? ഇത് ഇംപ്ലാന്റ് പൊതുവെ പരക്കെ ചെയ്യപ്പെടുന്നതാണോ? വളരെ അത്യപൂർവ്വം കാണുവരുന്ന ഒരു കമ്പനിയുടെ ഇംപ്ലാന്റ് വാങ്ങി ചെയ്തിട്ട് നാളെ ആ കമ്പനി അടച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പം സ്പെയർ പാർട്ട് കിട്ടിയെന്ന് വരികയോ അതിൻ്റെ സർവീസ് കിട്ടിയെന്നോ വരില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന ഇംപ്ലാന്റുകൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കൊന്നുകൂടെ ആ തുടക്കത്തിൽ പറഞ്ഞ ആ കുട്ടിയുടെ ബധിരത കണ്ടുപിടിക്കുന്ന ആ ഒരു സാഹചര്യം ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ സമയം ആവാറായി. ഈ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ ബധിരത കണ്ടുപിടിച്ചാലാണ് മാത്രമേ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അത് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത, കണ്ടുപിടിക്കുന്നത് എങ്ങനെ, കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യണം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നടത്താം. നിങ്ങളെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേട്ടാൽ ഞെട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ കുട്ടികൾ വെച്ച് താരതമ്യപ്പെടുത്തി അവർ കാണിക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, സംസാരം, വിളിച്ചാൽ നോക്കുന്നുണ്ടോ, പാത്രത്തിൻ്റെ ശബ്ദം താഴെ വീണാൽ കേൾക്കുന്നുണ്ടോ, പ്രഷർ കുക്കറിൻ്റെ ശബ്ദം വീണാൽ ഞെട്ടുന്നുണ്ടോ, ഹോൺ അടിച്ചാൽ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 1 വയസ്സായെങ്കിൽ കുട്ടികൾ എന്തൊക്കെ വാക്കുകൾ പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ENT സർജനെയോ ഒരു നല്ല വിദഗ്ധനായ പീഡിയാട്രീഷ്യനെയോ കാണിച്ചതിന് ശേഷം കേൾവിയുടെ പരിശോധനയ്ക്കുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ജനിച്ച് വീണ് ഈ താഴെ പറയുന്ന കാരണങ്ങളുള്ള കുട്ടികൾ, ഒന്ന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്ന കുട്ടികൾ, ഗർഭിണിയായിരുന്നപ്പോൾ അമ്മയ്ക്ക് 5-ാം പനി, ചിക്കൻ ബോക്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേക ശ്രദ്ധയെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ കേൾവി, കുട്ടി ജനിച്ചു വീണാലുടനെ തന്നെ കുട്ടികളുടെ കേൾവി നിങ്ങൾ പരിശോധിപ്പിച്ചിരിക്കണം. മെനിഞ്ചൈറ്റിസ് വന്ന കുട്ടികൾ, ഇവരുടെ കേൾവി നിങ്ങൾ പരിശോധിപ്പിച്ചിരിക്കണം. ഇങ്ങനെ കേൾവി ഈ വിദഗ്ധമായ ടെസ്റ്റുകൾ OAE, ബേറ, ASSR എന്നീ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ENT സർജനെ കാണിക്കുക. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങുക. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് ഈ ഡിസ്കഷൻ, അതായത് ബധിരത, നേരത്തെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു 1 വർഷം ഇന്ത്യയിൽ 25,000-ഓളം കുട്ടികൾ ബധിരരായിട്ട് ജനിച്ചു വീഴുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 3 കോടി ജനങ്ങൾ, ഡോക്ടർ പറഞ്ഞത് 1% എന്നാണ് പറഞ്ഞത്, 1 മുതൽ 3% എന്നാണ് പറഞ്ഞത്. 1 മുതൽ 3%. അപ്പോൾ ഏകദേശം ഒരു 3 കോടി. നമ്മുടെ ഇവിടെ ഒരു 121 കോടി 130 കോടിയോളം ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത്. ഏകദേശം ഒരു 3-4 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ബധിരരാണ്. അപ്പോൾ ഇവരൊക്കെ ജനിച്ച് വീണ സമയത്തെ ബധിരരായിരുന്നവരുടെ ബധിരത അന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് കോക്ലിയർ ഇംപ്ലാന്റ് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ജനിച്ച് വീഴുന്ന 25,000 കുട്ടികളിൽ കേരളത്തിലെ സിനാരിയോ സംസാരിച്ച 400ഓളം കുട്ടികളിൽ ബധിരരായിട്ടുള്ളവരെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ സർക്കാർ സഹായത്തോടു കൂടി ചെയ്യാവുന്ന 100% ഫണ്ടിങ്ങോടുകൂടി ചെയ്യാവുന്ന ഒരു സർജിക്കൽ ടെക്നിക്ക് അവൈലബിൾ ആണ്. ബധിരത 100% മാറ്റുകയല്ല, പക്ഷേ അതിനൊരു ഓൾട്ടർനേറ്റീവ്, ഒരു വളരെ എഫക്റ്റീവായിട്ടൊരു ഓൾട്ടർനേറ്റീവ് ഇന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ചെയ്യാൻ ഈ ബധിരരായിട്ടുള്ള കുട്ടികളെ ജനിച്ച് വീഴുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് ബധിരതയുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും അതിനുവേണ്ട ചികിത്സകൾ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു മെസ്സേജാണ് ഞങ്ങളിവിടെ തരാൻ ഉദ്ദേശിച്ചത്. ആ മെസ്സേജ് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതാം. drstock@kairalitv.in ആണ് ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം.